എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ രാത്രിയിൽ വിക്രമാകട്ടെ ഉറങ്ങാതിരിക്കുന്നത് കണ്ട് തടവുകാരൻ ചോദിക്കുന്നു, നീ എന്താ വീട്ടുകാർ വന്നത് പോയതും ആലോചിച്ച് അങ്ങനെ തന്നെ ഇരിക്കുവാണോ? ഒന്നുമില്ലെങ്കിൽ നീ എത്ര ഭാഗ്യവാനാ, നിന്നെ കാത്തിരിക്കാനായിട്ട് എത്ര പേരാ ഉള്ളത്. നിന്റെ അച്ഛൻ, അമ്മ, കുടുംബക്കാര്, പിന്നെ വേദ. നീ എന്തൊക്കെയായാലും കാര്യങ്ങൾ ആലോചിച്ചതിന് വിഷമിച്ചിരുന്നിട്ട് പ്രത്യേകിച്ചൊരു കാര്യം തന്നെയില്ല. എത്രയൊക്കെ അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടും വേദിയെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇപ്പം നിന്നോട് പറയുക. വേദി ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് മറിഞ്ഞിരിക്കുന്നതിന് പിന്നിൽ എന്തോ തക്കതായ കാരണമുണ്ട്. അത് ശ്രീകാന്തോ അയാളുടെ ഗുണ്ടകളോ അതൊന്നും തന്നെയല്ല. നമ്മളാരും ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ വലിയൊരു കാരണം നിന്നെ തേടി ഇരിപ്പുണ്ട്. അതെന്താണെന്ന് പറയാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. വേദയ്ക്ക്. ഉറപ്പായും നീ വേദയെ കാണുന്ന ആ ദിവസം വേദ എന്താണ് നടന്നതെന്നും കാര്യങ്ങളെല്ലാം നിന്നോട് വ്യക്തമായി പറയും. ഇത്രയും പറഞ്ഞ ശേഷം രാഘവേട്ടൻ അതാ കിടന്നുറങ്ങുന്നു. എന്നാൽ വിക്രമാകട്ടെ വീണ്ടും ആലോചിച്ച് വേദയെ തന്നെ ഓർത്ത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇതേസമയം ഡൽഹിയിലെ ഹോസ്പിറ്റലിലാകട്ടെ ഡോക്ടർ റൊട്ടീൻ ചെക്കപ്പിന് വന്നിരിക്കുകയാണ്. വേദയുടെ റൂമിൽ തന്നെയുള്ള മറ്റൊരു പേഷ്യന്റിനെയാണ് ഡോക്ടർ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം വേദയുടെ അടുത്തേക്ക് വന്ന് വിവരമെല്ലാം തിരക്കി അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഈ സമയത്താകട്ടെ ഡോക്ടറോടുണ്ടായിരുന്ന സിസ്റ്റർ ഡോക്ടർ പോയ ശേഷം വേദയുടെ ഒരു കാര്യം പറയുന്നു. വേദ ഇന്നലെ പറഞ്ഞതുപോലെ റെക്കോർഡ്സിലെ പേര് ചേഞ്ച് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും വിശദമായിട്ട് സൂപ്രണ്ടിനോട് പറയേണ്ടി വന്നു. എന്നാൽ ഇത് കേൾക്കുന്ന സേതുലക്ഷ്മി ആകട്ടെ എല്ലാ കാര്യവും ഡോക്ടറിനോട് പറയേണ്ടി വന്നോ? നമ്മൾ ഇന്നലെ സംസാരിച്ചത് മൊത്തവും. മറുപടി സിസ്റ്റർ, ഈ ഒരു പൊസിഷനിലുള്ള ആളുടെ ഹെൽപ്പില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്കെല്ലാം പറയേണ്ടി വന്നത്. ഇത്രയും പറഞ്ഞ ശേഷം അവരവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ പ്രകാരം സേതുലക്ഷ്മി ആകട്ടെ രാധയോട് കിടന്നെന്ന് ഉറങ്ങിക്കൊള്ളാനായിട്ട് പറയുന്നു. ഇതേസമയം ജയിലിലാകട്ടെ വിക്രമിനോട് സംസാരിക്കാനായിട്ട് ജയിലർ വന്നിരിക്കുകയാണ്. വിക്രം നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഈ ജയിൽ യൂണിഫോം അന്ന് നിനക്ക് കൈമാറിയതെന്നാണ് ജയിലർ ഇപ്പോൾ വിക്രമിനോടായി പറയുന്നത്. ഇവിടെ പലതരം കുറ്റവാളികളാ. അവരിൽ നിരപരാധികളും കുറ്റം ചെയ്തവരും ഉണ്ടാവും. കുറ്റം ചെയ്തവർക്കാ ഇവിടവുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റുന്നത്. കാരണം അങ്ങനെയുള്ളവർക്ക് സ്വയം ആശ്വസിക്കാനായിട്ട് ഒരു കാരണമുണ്ടല്ലോ, അവർ ചെയ്തതിൻ്റെ ഫലമാണെന്ന്. എന്നാൽ നിരപരാധികൾക്ക് അതത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ വിക്രമിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവുമെന്നാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. ജസ്റ്റ് ഷിഫ്റ്റ് യുവർ ഫോക്കസ്. മുമ്പ് ഇതേപോലെ 31 വർഷത്തോളം തടവിൽ കിടന്ന ഒരാൾ ഇപ്പോൾ വൺ ഓഫ് ദി ലീഡിങ് അഡ്വക്കേറ്റ്സ് ആയിട്ട് മാറിയ ചരിത്രം വരെയുണ്ട്. അങ്ങനെയുള്ള ചരിത്രമുണ്ടായ സ്ഥിതിക്ക് വിക്രമിനെ സ്വയം പഴിച്ച സമയങ്ങളായതെ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അന്നേ ദിവസം തന്നെ ഡൽഹിയിലാകട്ടെ വേദയുടെ റൂംമേറ്റ് കൂടിയായിട്ടുള്ള രാധികയുടെ അമ്മ സേതുലക്ഷ്മി ഇപ്പോൾ വേദയോടെ പറയുന്നു, മോളെ ഞാനൊന്ന് വെളിയിൽ പോയിട്ട് വരാം, ഒന്ന് നോയിക്കോണേ. അവരങ്ങനെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ രാധികയുടെ ഭർത്താവായിട്ടുള്ള തരുൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വേദയോട് പറയുന്നുണ്ട്, ഇനി കുഴപ്പമില്ല, തരുൺ എന്തായാലും വന്നല്ലോ. അങ്ങനെ തരുൺ വന്നത് മനസ്സിലാക്കിയ വേദ പെട്ടെന്ന് തന്നെ കർട്ടൻ വലിച്ചിട്ട് തരുണിനെ കാണാതെ തന്നെ ഇരിക്കുന്നു. അതിനുശേഷം രാധിക തരുണോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തനിക്ക് വളരെയധികം ഭയമാണെന്നും താൻ മരിച്ച തൻ്റെ കുഞ്ഞിന് കൂട്ടായി എന്നും തരുൺ ഉണ്ടാവണമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അഥവാ എന്തെങ്കിലും സംഭവിച്ച് പ്രസവത്തിനിടയിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞിവിടെ വളരാനിടയാകരുത്. അവനൊരിക്കലും ഈ ചോരയുടെ മണമുള്ള നാട്ടിൽ ജീവിക്കുകയേ ചെയ്യരുത്. ശാന്തി സമാധാനമുള്ള ഒരിടത്തേക്ക് കുഞ്ഞുമായി തരണേട്ടം പോകണമെന്നാണ് രാധികയുടെ ആവശ്യം. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ വേദ തൊട്ടപ്പുറത്തെ ബെഡിലുണ്ട്. ഈ സമയത്ത് വേദ ഓർക്കുന്നത് മറ്റാരെയും കുറിച്ചല്ല, വിക്രമിനെ കുറിച്ചാണ്. അന്നേ ദിവസം തന്നെ രാത്രിയിൽ ജയിലിൽ വെച്ച് വിക്രമിനൊരു ദുസ്വപ്നം ഉണ്ടാവുന്നു. വിക്രമിനെ കാണാൻ നിന്നോണം അമ്മ എത്തുന്നുണ്ട്. എന്നാൽ വിക്രം കൈ എത്തി തൊടാൻ ശ്രമിക്കുമ്പോൾ അമ്മ അകന്നു പോകുന്നു. ഇത് കണ്ട് ഞെട്ടലോടുകൂടിയാണ് വിക്രം എഴുന്നേൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അതും ഈ ഒരു സമയത്ത് ഇങ്ങനൊരു സ്വപ്നം താൻ കാണാനിടയായെന്നാണ് വിക്രം ആലോചിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ സാധിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.